ഈ ഒരു വീഡിയോ ഒക്കെ ഔട്ടായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം പറയും നിന്റെയൊക്കെ വീഡിയോ ഔട്ടായ ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഫോളോ ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്തുവാ? അതേടാ, അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരാഴ്ചയായിട്ട് ഡോക്ടർ റോബിൻ ആരതി പൊടി തമ്മിലുള്ളൊരു ഇഷ്യൂ നടക്കുമായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇവന്റെ അന്തം ഫാൻസിന്റെ കുറച്ച് ബഹളങ്ങളുണ്ടല്ലോ. നമ്മൾ വന്നിട്ട് ചീത്ത വിളിക്കുന്നു, നമ്മളാണ് ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനും കൂടി ഒരു മറുപടി ഞാൻ തരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം വേറെ ഒന്നുമല്ല, റോബിനെ ആരതി വീണ്ടും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോളോ ചെയ്തിട്ട് വീണ്ടും അൺഫോളോ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ചിന്തിക്കും ഇതിന്റെ പിന്നിലുള്ള കറുത്ത കൈകൾ ഞാനല്ലേ എന്ന്. ഒരിക്കലുമല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവന്റെ കല്യാണം മുടക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച് ഞാനായാലും ആരവായാലും വിനീതായാലും ഞങ്ങൾക്ക് ആർക്കും ഇവന്റെ ലൈഫ് തകർക്കാനോ എടുക്കണോ അങ്ങനെയൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്തങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു വീഡിയോ ചിലപ്പം എൻഡായി 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആരതി റോബിനെ തിരിച്ച് ഫോളോ ചെയ്തിരിക്കും അല്ലേ? അപ്പൊ അണ്ടങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാം. അപ്പം ആ സന്തോഷത്തിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇതെത്ര നാൾ നിലനിൽക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. സോഷ്യൽ മീഡിയ വരുന്നു, ഒരു സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങിനെ പേടിച്ചിട്ട് ഓരോരുത്തർ തിരിച്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. തിരിച്ച് അതേപോലെ തന്നെ കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം, അവരുടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് ഉള്ളൊരു 50-50 ചാൻസാണ്. എൻ്റെ ഒരു അറിവിൽ ആ കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല. ഈ പറയുന്ന 26-ന് കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല. കാര്യം എനിക്ക് അറിയാവുന്ന ഇടത്തോളം അതങ്ങനെ ആണെന്നാണ്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പറയുന്ന സൂയിസൈഡിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ 100% ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ 100% ഉറച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം കഴിവതും ഞാൻ പറയണത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്. നിങ്ങളുടെ ഈ പേഴ്സണൽ ലൈഫിൽ നിങ്ങളായിട്ട് തന്നെ ഇത്രയും കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട്, ഈ പ്രത്യേകിച്ച് റോബിന്റെ കേസ്, റോബിനാണെങ്കിൽ എന്താ ചെയ്തത്? മാക്സിമം എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാവോ, എത്രത്തോളം ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്യാവോ, എന്തെല്ലാം ആയിരുന്നു എല്ലാം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ആ പെണ്ണാണ് ഏറ്റവും കൂടുതൽ പെട്ടി. അതല്ല ഈ ഒരു സീൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം. പുലിവാൽ കല്യാണത്തിനകത്ത് നമ്മുടെ ജഗതി കൊണ്ടുവന്ന് കരുണ എന്ന് ഒരിക്കൽ ഞാനിത് ഊരി എടുത്തതാണ്. ഇങ്ങനെ കൊണ്ടുവന്നു മോതിരവിടും. ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരി. അതേ കണക്കാണ് ഈ ഒരു സംഭവം ബേസിക്കലി. അപ്പം നിങ്ങൾക്കത് എനിക്കിനി പറയാനുള്ളതൊന്നുമല്ല. ആ പെൺകുട്ടിയുടെ ലൈഫാണ്, അവള് തീരുമാനിക്കട്ടെ എന്തായാലും ഒരുമിച്ച് ജീവിക്കണോ വേണ്ടയോ എന്ന്. അവളുടെ ചോയ്സ് ആണ്, അത് അവള് തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, ഇപ്പൊ അന്തങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ സന്തോഷിക്കാം. അവള് തിരിച്ചു വന്ന് ഫോളോ ചെയ്തിട്ട് ഇനി അവളുടെ ലൈഫ് എന്തായാലും. വേറെ ഒന്നും കൂടെ ഞാൻ പറയാം, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറയുന്ന അന്തം ടീംസിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഇവരുടെ കല്യാണത്തിന്റെ കാര്യത്തില്, ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ആരുമല്ല അവരുടെ ഇത് തീരുമാനിക്കുന്നത്. നിങ്ങൾ ആരും അവരുടെ ഒരു വിഷമത്തിന് പോലും ചിലപ്പോൾ അവരുടെ കൂടെ ഒന്നും കാണണമെന്നില്ല. നീയൊക്കെ ചുമ്മാ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഞങ്ങളുണ്ടാവും മറ്റേതാ മറിച്ചാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനൊക്കെ എന്ത് ഉളുപ്പുണ്ടെന്നാ ഞാൻ. ഒരു പ്രശ്നം വരുമ്പോ ആ പെണ്ണ് മാത്രമേ കാണത്തുള്ളൂ. ഈ ഫ്രണ്ട്സോ ഈ ഫാമിലിയോ ഒന്നും ഇനി ഒരു മനുഷ്യരും കാണത്തില്ല. അവള് മാത്രം ഇരുന്ന് ഫേസ് ചെയ്യേണ്ട വരും. പിന്നെ ആരതി പൊടിയെടുത്ത ഒരു കാര്യം, മോളെ നീ അവനെ കെട്ടണം. നീ തീർച്ചയായിട്ടും അവനെ കെട്ടണം എന്നാണ് എന്റെ ഇവന്റെ എല്ലാവരുടെയും ആഗ്രഹം. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. നീ കെട്ടണം, നീ ഒരിക്കലും കെട്ടാതിരിക്കരുത്. അങ്ങനെ ഞങ്ങൾ എങ്ങും പറയത്തുമില്ല, നീ കെട്ടണം എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ? ഇപ്പൊ എന്തായാലും അന്തങ്ങൾക്ക് സന്തോഷിക്കാം. ഈ പൊടിയാണ് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ കണക്ക് പൊടി നിങ്ങളെ തിരിച്ച് ഫോളോ ഇപ്പൊ എന്തായാലും 1 മണിക്കൂർ ആയിട്ട് ചെയ്യുമായിരിക്കും. ഇപ്പൊ ഏകദേശം അവരുടെ ഫാമിലിയൊക്കെ സംസാരിച്ച് തുടങ്ങി. ചാനലിനകത്ത് വന്നിട്ടുണ്ടോ? ആണോ? പിന്നെ പൊടി ഇതേപോലെ കൊച്ചു 2 അടിയുടെ കുറവുണ്ടായിരുന്നു. മുത്ത് 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അത് റോബിൻ ചേട്ടൻ കൊടുക്കും. എടേ നിങ്ങളത് ബേസിക്കലി ഒരു കാര്യം പറയാം.
ഈ വന്നിരുന്ന് കമ്മ്യൂണിറ്റി ടാബിലും വീഡിയോ ചെയ്യുന്നതും കുർബാന രാത്രി നടത്തുന്നവന്മാർക്കൊന്നും ഇവരെ ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെ പറയുന്നത് അവരെയൊക്കെ പറ്റിയിട്ട് പറയണതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്കഷനിൽ വെച്ചിട്ടാണ് ഈ സാധനം ഔട്ട് ചെയ്യുന്നത്. അതാണ് അറിയത്തോലുമില്ല ഇതാരാന്നൊക്കെയാണ് ഓരോരുത്തരുടെ വായിൽ നിന്നൊക്കെ വരുന്നത്. ഓക്കെ, ആരതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയൊരു ബൈറ്റോട് കൊടുക്കാം. നിന്റെ ലൈഫ് നീ തന്നെയാണ് എടുക്കേണ്ടത്. നിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് നിനക്ക് തോന്നുന്ന ഒരു ലൈഫാണ്. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. അതിനകത്ത് നമ്മൾ ആരും എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ നിന്റെ ഏത് ഡിസിഷൻ ആണെങ്കിലും നമ്മൾ അത് പൊരുത്തപ്പെടും. നമ്മൾ അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് യോജിക്കുന്നു. ബിക്കോസ് നിന്റെ ലൈഫല്ലേ, അപ്പൊ നീ തീർച്ചയായിട്ടും തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്നെ അവനെയും കൂടെ പിരിച്ചിട്ട് ഒന്നും നേടാനില്ല. പിന്നെ അവനെ പറ്റി നല്ലത് എന്റെ വായുന്നു ഇവന്റെ വായുന്നു ഒരിക്കലും നീയും ഒരു പിന്നെ എന്റെ ഫോണിൽ വിളിച്ചിട്ടോ ഇവന്റെ ഫോണിൽ വിളിച്ചിട്ടോ അവനെ പറ്റി നല്ലത് ചോദിച്ചാൽ നല്ലത് പറയില്ല. വേണം 4 കണ്ട് തെറിയും വിളിക്കും. അത് വേണം നീ എടുത്തോണ്ട് നോക്കും, ഒരു വിഷയമില്ല. അതങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നീയൊക്കെ വീണ്ടും ഒരുമിച്ച് ചെയ്യുകയോ കല്യാണം കഴിക്കുകയോ എന്തൊക്കെയോ ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നിരുന്നുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്നു, നിന്റെ കൂട്ടുകാരുടെ അടുത്ത് ക്രഷാന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഒരു സാധനം നീയൊക്കെ ബിഗ് ബോസ് വന്നിട്ട് ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ഒരിക്കലും എനിക്ക് തോന്നിയ ഒരു കാര്യം, പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുവാണെങ്കിൽ അവനായിരിക്കും ഏറ്റവും വലിയ നാറി. സത്യം ഉള്ള കാര്യം പറയാം, വേറെതാണ്. ഈ ഒരു കാര്യത്തിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ടതായിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാ അന്തം ടീംസും മാക്സിമം എൻജോയ് ചെയ്യുക, അപ്പം തകർക്കുക. അപ്പൊ എന്റെ കമന്റ് ബോക്സിന് താഴെ വന്നിരുന്നത് പൊന്നാങ്ങളമാർ, അതെ കേറട്ടെ, അതെ ഞങ്ങളുടെ പൊന്ന് എന്ന് പറഞ്ഞ ഞങ്ങളുടെ മുത്ത് മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞ് അനിയത്തി റോബിനും ആരെയും തമ്മിൽ സംസാരിച്ച് ക്ലിയർ ചെയ്ത് അവർക്കിപ്പോ ചമ്മലാണ്. അതെ, പെങ്ങളെ കിട്ടിയ ശ്രീധനത്തുക തരുമോ അളിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പെങ്ങളെ കെട്ടണം. പെങ്ങള് തീർച്ചയായിട്ടും അവനെ തന്നെ കെട്ടണം. പെങ്ങള് കെട്ടാതിരിക്കരുത്, അത് അത്രേ പറയാനുള്ളൂ. അപ്പം നിന്റെയൊക്കെ ആഗ്രഹം പോലെ നടന്നു, അത്രേ ഉള്ളൂ. എന്തായാലും തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഈ കിടന്ന ബഹളവും സൈബർ ബുള്ളിങ്ങും അവരുടെ വീട്ടുകാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇതങ്ങ് നിന്ന് പോട്ടെ എന്ന് വെച്ചോണ്ടും ആയിരിക്കാം എന്ന് പറയാം. എന്തായാലും നോക്കാം. ഈ ഒരു വീഡിയോ ഒക്കെ ഔട്ടായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം പറയും നിന്റെയൊക്കെ വീഡിയോ ഔട്ടായ 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഫോളോ ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്തോ? അതേടാ, അതിനൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പം ശേഷം ഭാഗം ബാക്കി പിന്നെ ഒരു എപ്പിസോഡായിട്ട് പറ്റുവാണെങ്കിൽ വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള നിന്റെയൊക്കെ ചീത്ത വിളികളും നിന്റെയൊക്കെ സന്തോഷങ്ങളും വളരെ നല്ലോണം കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.